ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മസാല ഒട്ടുമേ ഉതിർന്നു പോകാതെ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മീൻ പൊരിച്ചത് എങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മീൻ പൊരിച്ചത് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്കൊരു മസാല കൂട്ടം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. 4 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി അല്ലിയാണ്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 6 7 എണ്ണം എടുക്കാം. കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടിയാണ്. ഒന്ന് അരിഞ്ഞ് ചേർത്തേക്കാം. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒന്ന് അരിഞ്ഞ് കിട്ടിക്കോളും. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും കൂടിയാണ്. പൊടിയാണെന്നുണ്ടെങ്കിൽ പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. നല്ല എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. കശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. കൂടെ വേണ്ടത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ പിന്നെ വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടിയാണ്. അതും കൂടി ചേർക്കാം. കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ കോൺഫ്ലോർ എടുത്തിട്ടുള്ളത്. നമ്മളിതിപ്പോൾ മസാലയിലേക്ക് ഒരു അല്പം കോൺഫ്ലോർ ചേർക്കുമ്പോഴത്തേക്കും മസാല ഒന്നും പരസ്പരം ഇങ്ങനെ പിരിഞ്ഞു പോകാതിരിക്കും കേട്ടോ. ഇനി ഈ മസാലയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒരല്പം ചേർക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ മസാലക്കൂട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മസാലക്കൂട്ട് മീനിലേക്ക് ചേർക്കാവുന്നതാണ്. എത്രത്തോളം മീൻ എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് മസാല ചേർക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ 3 പീസാണ് എടുത്തിട്ടുള്ളത്. ചൂരമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് മീനിൽ വേണമെന്നുണ്ടെങ്കിലും ഇതേ മസാല ചേർത്തിന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ മസാല എല്ലാം മീനിലേക്ക് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ മീനിൽ മസാലയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പിടിക്കാൻ വേണ്ടി ഒന്ന് വെക്കണം. കുറഞ്ഞ സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വെക്കാം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വേണം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കാവുന്നതാണ്. പുറത്ത് വെക്കേണ്ട. അരമണിക്കൂറാണെന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കാം. 1 മണിക്കൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാവുന്നതാണ്. എന്നാൽ ശരി, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പൊരിക്കാനെടുക്കാം. നമ്മുടെ ഈ മീനൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് ഞാൻ പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ മീൻ പൊരിച്ചെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് ലോക്ക് മീഡിയത്തിന് ഇടയിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും, മീൻ വേഗാതെ കിട്ടും. നല്ലതുപോലെ കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹാർഡായി പോകും നമ്മുടെ മീൻ. അതിൻ്റെ പേരിലാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. മീഡിയത്തിനും ലോക്കും ഇടയിൽ വേണം ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി വേണ്ടത് മീനിൻ്റെ ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ മറു സൈഡ് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാവുന്നതാണ്. എല്ലാ സൈഡും മീൻ നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഒട്ടുമേ മസാല ഉതിർന്നു പോകാതെ വളരെ രുചികരമായിട്ട് നമ്മുടെ മീൻ ഫ്രൈ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ മീൻ ഫ്രൈ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.